മുസ്ലിങ്ങളെ അടിച്ചു പുറത്താക്കുകയും ഷിയാക്കൾ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. സിറിയയിൽ സംഭവിച്ചതുപോലെ ഇറാഖിലും യമനിലും സംഭവിച്ചു കഴിഞ്ഞു. മുസ്ലിം രാജ്യങ്ങളിൽ താമസിക്കുന്ന ഷിയാക്കളുടെ എണ്ണം കൃത്യമായി കണക്ക് പറയാതെ 49% മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുകയും യഥാർത്ഥമായ ഷിയാക്കളുടെ സ്വാധീനം പുറം ലോകം അറിയാതെ മുസ്ലിങ്ങൾ ഭരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പണ്ടുമുതലേ അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ ഷിയാക്കൾ രഹസ്യമായി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അധോലോകത്ത് നടത്തുകയും തക്കതായ സമയം വരുമ്പോൾ മുസ്ലിങ്ങളെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. ഇറാഖിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. തുർക്കിയുടെയും ഇറാന്റെയും സൗദി അറേബ്യയുടെയും മധ്യത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാഖ് എന്ന പൗരാണികമായ മുസ്ലിം രാഷ്ട്രം ഇപ്പോൾ ഷിയാക്കളുടെ ഭരണത്തിൽ അമർന്നിരിക്കുകയാണ്. ടിഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശം പൗരാണികമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്നു. പണ്ടുകാലത്ത് ഇവിടെ മുസ്ലിങ്ങളായിരുന്നു ഭരിച്ചിരുന്നത്. അതിന് കാരണം സദ്ദാം ഹുസൈനെ പോലെയുള്ള മുസ്ലിം ഭരണാധികാരികൾക്ക് ഇവിടെ ഏകാധിപത്യം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നു. എങ്കിലും 18 വർഷം ഇറാനുമായി ഒരു യുദ്ധം ചെയ്യുക വഴി സദ്ദാം ഹുസൈൻ്റെ സൈനിക ശക്തി നശിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല 19 വർഷം മുമ്പ് കുവൈത്ത് പിടിച്ചെടുക്കുക വഴി അമേരിക്കയുടെ ശത്രുത സമ്പാദിക്കുവാൻ സദ്ദാം ഹുസൈൻ ബുദ്ധിമോശം കാണിക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ അമേരിക്ക മുന്നോട്ട് വരികയും ചെയ്തു. മുസ്ലിങ്ങളുടെ രക്ഷകനായി എല്ലായ്പ്പോഴും അവതരിച്ചിരുന്ന അമേരിക്ക സദ്ദാം ഹുസൈനെ പുറത്താക്കിയ ശേഷം അവിടെ ഇലക്ഷൻ നടത്തിയപ്പോൾ ഷിയാക്കളാണ് അതിൽ വിജയിച്ചത്. കാരണം 64% ഷിയാക്കളും 34% മുസ്ലിങ്ങളുമാണ് ഇറാഖിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇറാഖിന്റെ ഭരണം പിടിച്ചെടുക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്രവാദി സംഘടനകൾ ശ്രമിച്ചുവെങ്കിലും അവരുടെ ആക്രമണ രീതി മുഴുവൻ ലോകത്തെയും ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് അമേരിക്ക ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായി തിരികുകയും ഇറാഖിൽ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഷിയാക്കൾക്കും ഇറാനും ഇറാഖിന്റെ മേലെ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി അമേരിക്ക ഭരിക്കുന്ന സമയത്ത് ഇറാഖിലെ അമേരിക്കൻ എംബസി ആക്രമിക്കുവാൻ പോലും ഷിയാക്കൾക്ക് ധൈര്യം വന്നു. അതിന് പ്രതികാരമായി മേജർ ജനറൽ കാസിം സുലൈമാനി എന്ന ഇറാനി നേതാവിനെ കൊലപ്പെടുത്തുക വഴി അമേരിക്ക തങ്ങളുടെ ഷിയ വിരോധം ഒരിക്കൽ കൂടി പ്രകടമാക്കി. പണ്ട് പെട്രോളിയം സാമ്പത്തിക വ്യവസ്ഥിതി മാത്രമുണ്ടായിരുന്ന ഇറാഖ് ഇപ്പോൾ കാർഷിക പ്രധാനമായ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. 24% ആളുകൾക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 20 ലക്ഷത്തോളം ഇറാഖികൾ യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. 40 ലക്ഷത്തോളം ഇറാഖികൾ ഭക്ഷണക്ഷാമം കൊണ്ട് വലയുകയാണ്. ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാൻ അനേകം അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ വെള്ളക്കാരോടുള്ള സംശയം നിറഞ്ഞ സമീപനം മൂലം ഷിയാക്കൾ ആരെയും അടുപ്പിക്കുന്നില്ല. 94ഓളം മനുഷ്യാവകാശ പ്രവർത്തകരെ ഇറാഖിൽ അടുത്ത കാലത്തായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. 90ഓളം NGO പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കൂടുതലായി ഇറാഖിനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. 4 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇറാഖിൽ ഭൂരിഭാഗം ആളുകളും നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഏറ്റവും വലിയ നഗരമായ ബാഗ്ദാദിൽ ഇപ്പോൾ 70 ലക്ഷം ജനങ്ങളുണ്ടാകും. പണ്ട് ഹാറൂൺ അൽ റഷീദ് ബാഗ്ദാദ് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും തലസ്ഥാനമായിരുന്നു. യാഥാസ്ഥിക ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ് ആധുനിക ശൈലിയിലും ലൈംഗിക സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഹാറൂൺ അൽ റഷീദിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. 1000 നിലാവുകൾ എന്ന അറബി കഥകളിൽ അന്നത്തെ കാലത്തെ ഇറാഖികളുടെ ജീവിതശൈലി എടുത്തു കാണിക്കുന്നുണ്ട്. ഏഷ്യയുടെ തലസ്ഥാനമായി അന്നത്തെ കാലത്ത് ബാഗ്ദാദ് നഗരം അറിയപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഹിപ്പികൾ ധാരാളമായി ബാഗ്ദാദിലേക്ക് കുടിയേറുകയും ലൈംഗിക സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം അവിടെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ബാഗ്ദാദിന് പുറമെ ഇപ്പോൾ 3 വലിയ നഗരങ്ങൾ കൂടി ഇറാഖിലുണ്ട്. മൊസൂൾ നഗരത്തിൽ 37 ലക്ഷം ജനങ്ങളും ബസ്ര നഗരത്തിൽ 29 ലക്ഷം ജനങ്ങളും സുലൈമാനി നഗരത്തിൽ 20 ലക്ഷം ജനങ്ങളും താമസിക്കുന്നു. ബാഗ്ദാദ് നഗരത്തിലെ ബാർലി റെസ്റ്റോറൻറ്റ് വലിയ വലിപ്പമുള്ള ഷവർമകൾ ഡിന്നറിന് വേണ്ടി നൽകുന്നു. അതുപോലെ ജാദരിയ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഒരു വലിയ കപ്പലിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇറാഖി സംഗീതം മുഴങ്ങുന്ന ഈ കപ്പലിൽ ബുഫേ രീതിയിൽ ഭക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ ഓയൂൺ ബാഗ്ദാദ് റെസ്റ്റോറൻറ്റ് ടിഗ്രീസ് നദിയുടെ കാഴ്ചകളുള്ള ഒരു മികച്ച ഹാങ് ഔട്ടാണ്. കബാബും ബിരിയാണിയും ഐസ്ക്രീമും ഇവിടെ ലഭിക്കും.